ഹലോ, സണ്ണിക്കുട്ടിയല്ലയോ? അതെ. എന്താടോ എന്റെ ഫോൺ എടുക്കാത്ത? അതോ, എനിക്കറിയാം നിനക്ക് എന്റെ ഫോൺ കാണുമ്പോഴേ പ്രയാസാണ്. ഞാൻ കണ്ടില്ല. അത് പോട്ടെ, എന്റെ പൈസ ഇന്ന് എനിക്ക് വേണം. എനിക്ക് കുറച്ച് സാവകാശം വേണം. അത് പറ്റില്ല, എനിക്ക് ഇന്ന് കിട്ടിയേ പറ്റൂ. നീ എന്താടാ ഒന്നും മറുപടി പറയാത്ത? പൈസ വാങ്ങിക്കുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ മേടിച്ചതിന് ഇരട്ടി തന്നിട്ടുണ്ടല്ലോ. മുതലും പലിശയും മൊത്തം മുടങ്ങിയ കിടക്കുകയാ. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നിനക്ക് പ്രയാസാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. പറഞ്ഞത് മനസ്സിലായോടാ ദേശ് മോനെ? ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ചീത്ത പറയുന്നേ? ഞാൻ ഒരാഴ്ച സമയം കൂടി തരാം. അതിനുള്ളിൽ പൈസ തന്നില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിനക്ക് മനസ്സിലാവും. കേട്ടോ? എൻ്റെ ദൈവമേ, അവനെ വിടൂല. ഇതിലും ഭേദം മരിക്കുന്നേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലേ. സണ്ണിക്കുട്ടി മോനെ, എന്തു പറ്റിയടാ നിനക്ക്? പറയടാ. എൻ്റെ ചാച്ച, എല്ലാം പോയി, എല്ലാം നശിച്ചു, കടം കയറി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചാച്ച എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരൂ. കുട്ടി പേടിക്കണ്ടാ, എന്ത് പ്രശ്നമല്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ധൈര്യമായിരിക്കെ. എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹാരം ഞാൻ പറഞ്ഞു തരാമടാ. ചാച്ചൻ പറയുന്ന പോലല്ല പ്രശ്നം, സംഗതി ഗുരുതരമാണ്. ഇതിലെന്ത് പ്രശ്നമുണ്ടായാലും ധൈര്യത്തോടെ നേരിടാനാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. പേടിച്ചോടുന്നത് ഭീരുവിൻ്റെ പണിയാണ്. ഇത് വളരെ നിസ്സാരമായ കടമാണ്. നിനക്കത് നേടാൻ സാധിക്കും, തീർച്ച. എനിക്ക് നിശ്ചയമുണ്ട്. ശരിയാണ്, ഞാൻ ഭയന്നുപോയി. ഞാൻ പരിശ്രമിച്ചാൽ എന്ന് നേടാൻ സാധിക്കുമെന്ന് ചാച്ചൻ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കരകയറുക തന്നെ ചെയ്യും, നിശ്ചയം.